Hi everyone, welcome back to Kunni's class. നമുക്കിന്ന് 6th സ്റ്റാൻഡേർഡ് ജോഗ്രഫി ചാപ്റ്റർ 2. ഏതായിരുന്നു ചാപ്റ്റർ 2? ഗ്ലോബ്, ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. അതിൻ്റെ ബാക്കി പോർഷൻസ് നോക്കാം. ഇന്നലെ പഠിപ്പിച്ചൊക്കെ എല്ലാവരും നോക്കിയായിരുന്നോ? ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ പഠിച്ചോ? നമുക്ക് ബാക്കി പോർഷൻ നോക്കാം. അതിന് മുന്നേ ആയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. Important parallels of latitudes. Besides the equator 0 degree, the north pole 90 degree N and south pole 90 degree S, there are 4 important parallels of latitudes. അപ്പം നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു ലാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് അല്ലേ, ഇക്വേറ്ററിനെ കുറിച്ച് പഠിച്ചു, പിന്നെ നമ്മുടെ നോർത്ത് പോളിനെയും കുറിച്ചും സൗത്ത് പോളിനെയും കുറിച്ചും പഠിച്ചു അല്ലേ. ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി, അതിൽ നിന്ന് 1/4 ഓഫ് ദ സർക്കിളിൻ്റെ ഡിസ്റ്റൻസ് കണക്ക് കൂട്ടിയിട്ട് നമ്മൾ 1/4 ഓഫ് 360 ഡിഗ്രി എടുത്തിട്ട് നമ്മളത് നോർത്ത് പോളിലും സൗത്ത് പോളിലും 90 ഡിഗ്രി ആണെന്ന് കണ്ടെത്തിയായിരുന്നു അല്ലേ. അപ്പം ഇക്വേറ്ററും നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെ നമ്മൾ ഇന്നലെ പഠിച്ചു. ഈ ലൈൻസൊക്കെ കൂടാതെ അല്ലെങ്കിൽ ഈ പോൾസ് കൂടാതെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ആർട്ടിക് സർക്കിൾ, അന്റാർട്ടിക് സർക്കിൾ. ഓക്കെ, ഈ 4 പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി N എന്ന് പറഞ്ഞാൽ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അതിൻ്റെ ലൊക്കേഷൻ നമ്മളെങ്ങനെ മാർക്ക് ചെയ്യുന്നത്? 23.5 ഡിഗ്രി N. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണോ 23.5 ഡിഗ്രി സൗത്ത് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. ഓക്കെ, അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ നോർത്തേൺ ഹെമിസ്ഫിയറിലും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ സദേൺ ഹെമിസ്ഫിയറിലുമാണുള്ളത്. രണ്ടിനും 23.5 ഡിഗ്രി ആണുള്ളത്. ഒരെണ്ണം നോർത്തും മറ്റേത് സൗത്തും. ഓക്കെ, ആർട്ടിക് സർക്കിൾ അറ്റ് 66.5 ഡിഗ്രി നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ, അന്റാർട്ടിക് സർക്കിൾ അറ്റ് 66.5 ഡിഗ്രി സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ. ആർട്ടിക് സർക്കിൾ എവിടെ ഉള്ളത്? നോർത്തിൽ. അന്റാർട്ടിക് സർക്കിളോ സൗത്തിൽ. ഓക്കെ, അതിൻ്റെ ഡിഗ്രീസ് 66.5 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്ക് ഈ ഡയഗ്രത്തിലോട്ട് നോക്കിയ ഫിഗർ 2.3 ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഹീറ്റ് സോൺസ്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡ്സ് ആണ് ഇപ്പോൾ പഠിച്ചിരിക്കുന്നത്. ഇക്വേറ്റർ കണ്ടു എല്ലാവരും, മിഡിൽ കൂടെ പോകുന്ന ആ ലൈൻ ഇക്വേറ്റർ 0 ഡിഗ്രി. അതിന് മുകളിലായിട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി നോർത്തും, അതിന് മുകളിലായിട്ട് ആർട്ടിക് സർക്കിൾ 66.5 ഡിഗ്രി നോർത്ത്. കണ്ടോ? അപ്പോൾ ഇത് രണ്ടും നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഉള്ളത്. ഓക്കെ, സെയിം അതേപോലെ തന്നെ അതേ ഡിഗ്രീസിൽ തന്നെ സദേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്. അതാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും അന്റാർട്ടിക് സർക്കിളും. ഓക്കെ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5 ഡിഗ്രി സൗത്തും അന്റാർട്ടിക് സർക്കിൾ 66.5 ഡിഗ്രി സൗത്തും. ഓക്കെ, മനസ്സിലായി. ഇതാണ് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇതിൻ്റെ പേരും അതിൻ്റെ ആ ഒരു ലൊക്കേഷനും ആ ഒരു ഡിഗ്രി പറയുന്നുണ്ടല്ലോ, പിന്നെ അത് ഏത് ഹെമിസ്ഫിയറിലാണെന്നുള്ളത്. അത് ആ ഡിഗ്രീസ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഹെമിസ്ഫിയർ ഓട്ടോമാറ്റിക്കലി പഠിച്ചു പോകും. എങ്ങനെയാണ്? 23.5 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് അത് ഓർമ്മ വരും, അത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് അല്ലേ. അപ്പം ഈ ഡിഗ്രീസും അതെവിടെയാണ്, ഏത് ഹെമിസ്ഫിയറിലാണെന്നും പിന്നെ ഇതിൻ്റെ പേര് കൂടെ ഒന്ന് നോക്കിയാൽ മതി. Heat zones of the earth. The midday sun is exactly overhead at least once a year on all latitudes. In between the Tropic of Cancer and the Tropic of Capricorn, this area therefore receives the maximum heat and is called the torrid zone. Okay, അപ്പോൾ നമ്മളിവിടെ what do you mean by the term torrid zone? ഓക്കെ എന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. അതിൻ്റെ ആൻസർ എന്താ? In between Tropic of Cancer and the Tropic of Capricorn, this area therefore receives the maximum heat and is called torrid zone. അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും ഇടയ്ക്കുള്ള ആ ഒരു ഏരിയ, അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഇക്വേറ്റർ ഒക്കെ അല്ലേ. ആ 2 ഏരിയ നമുക്ക് ഡയഗ്രത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവും. ആ ഏരിയയിലാണ് മാക്സിമം ഹീറ്റ് കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ ടോറിഡ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ദ area between Tropic of Cancer and Tropic of Capricorn receives the maximum heat and is called the torrid zone. ഇതാണ് ആൻസർ. ഒന്നുകൂടെ പറയാം. The area between Tropic of Cancer and Tropic of Capricorn receives the maximum heat and is called the torrid zone. ഓക്കെ, അപ്പോൾ ടോറിഡ് സോൺ എന്താണെന്ന് മനസ്സിലായല്ലോ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും ഇടയ്ക്കുള്ള റീജിയനിലാണ് ഒരുപാട് ഹീറ്റ് കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ ടോറിഡ് സോൺ എന്ന് പറയുന്നത്.
The midday sun never shines overhead on any latitude beyond the Tropic of Cancer and the Tropic of Capricorn. അപ്പം ഇവിടെയാണ് ഓവർഹെഡായിട്ട് ഇത് എന്തുവാ സണ്ണിൻ്റെ ഷൈൻസ് വരുന്നത് അല്ലേ. അപ്പം ആ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് കിട്ടുന്നതെന്നും നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയ്ക്ക് മാത്രമേ ഇങ്ങനെ ഓവർഹെഡായിട്ട് സണ്ണ് വരത്തുള്ളൂ, മറ്റൊരു ലാറ്റിറ്റ്യൂഡ്സിലും സൺ ഇങ്ങനെ വരില്ല. ദ ആംഗിൾ ഓഫ് ദ സൺസ് റേസ് ഗോസ് ഓൺ ഡിക്രീസിങ് ടുവേർഡ്സ് ദ പോൾസ്. നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് എന്നല്ല, ആ ഒരു ലെങ്ത് പോൾസിലോട്ട് ചെല്ലും തോറും കുറയുമെന്ന് അല്ലേ. അതുപോലെ തന്നെയാണ് സണ്ണിൻ്റെ റേസും പോൾസിലോട്ട് എത്തും തോറും അതും കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം മാക്സിമം കിട്ടുന്നത് എവിടെയാണ്? ഈ ഇക്വേറ്ററിൻ്റെ അടുത്തായിട്ടുള്ള പോർഷൻസിലാണ്. പോൾസിലോട്ട് പോകും തോറും സണ്ണിൻ്റെ റേസും കുറയും. As such, the areas bounded by the Tropic of Cancer and the Arctic Circle in the northern hemisphere and the Tropic of Capricorn and the Antarctic Circle in the southern hemisphere have moderate temperatures. These are therefore called temperate zones. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ ടെമ്പറേറ്റ് സോൺ? എന്താ ആൻസർ? ദ ഏരിയാസ് ബൗണ്ടഡ് ബൈ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ദ ആർട്ടിക് സർക്കിൾ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ and the Tropic of Capricorn and the Antarctic Circle in the southern hemisphere have moderate temperatures. These are therefore called the temperate zones. ആൻസർ കിട്ടിയോ എല്ലാവർക്കും? ഇതാണ് ആൻസർ. അതായത് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ആർട്ടിക് സർക്കിളും ഉണ്ടെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ആ രണ്ട് ലാറ്റിറ്റ്യൂഡ്സിന് ഇടയ്ക്കുള്ള ആ ഒരു ഏരിയ, അതേപോലെ തന്നെ നമ്മൾ സദേൺ ഹെമിസ്ഫിയറിൽ പഠിച്ച ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും അന്റാർട്ടിക് സർക്കിളും, ആ രണ്ട് ലാറ്റിറ്റ്യൂഡ്സിന് ഇടയ്ക്കുള്ള ഏരിയ, ഈ രണ്ട് ഏരിയയിലാണ് മോഡറേറ്റ് ടെമ്പറേച്ചർ കിട്ടുന്നത്. ഇതിനെയാണ് നമ്മൾ ടെമ്പറേറ്റ് സോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോറിഡ് സോൺ പഠിച്ചു, ടെമ്പറേറ്റ് സോൺ പഠിച്ചു. ഏരിയാസ് ലൈങ് ബിറ്റ്വീൻ ദ ആർട്ടിക് സർക്കിൾ ആൻഡ് ദ നോർത്ത് പോൾ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ദ അന്റാർട്ടിക് സർക്കിൾ ആൻഡ് ദ സൗത്ത് പോൾ ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ആർ വെരി കോൾഡ്. It is because here the sun does not rise much above the horizon. Therefore, its rays are always landing and provides less heat. These are therefore called frigid zones. ഓക്കെ, അപ്പം ഇനി നോർത്തേൺ ഹെമിസ്ഫിയറിലെ ആർട്ടിക് സർക്കിളിനും നോർത്ത് പോളിനും ഇടയ്ക്കുള്ള ഏരിയ, അതേപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിലെ അന്റാർട്ടിക് സർക്കിളിനും സൗത്ത് പോളിനും ഇടയ്ക്കുള്ള ഏരിയ എന്ന് പറയുന്നത് വളരെ കോൾഡാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ സോണിനെ നമ്മൾ ഫ്രിജിഡ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാരയാണ് വാട്ട് ഡു യു മീൻ ബൈ ദ ടേം ഫ്രിജിഡ് സോണിൻ്റെ ആൻസർ. ഓക്കെ, അപ്പം ഹീറ്റ് സോൺസ് ഓഫ് ദ എർത്ത് നമ്മൾ 3 ഹീറ്റ് സോൺസ് പഠിച്ചല്ലേ. അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വിച്ച് ആർ ദ ഹീറ്റ് സോൺസ് ഓഫ് ദ എർത്ത്? ഓക്കെ, വിച്ച് ആർ ദ ഹീറ്റ് സോൺസ് ഓഫ് ദ എർത്ത്? ഏതാണ്? ടോറിഡ് സോൺ, ടെമ്പറേറ്റ് സോൺ, ഫ്രിജിഡ് സോൺ. മൂന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ആൻസർ പറഞ്ഞു തന്നില്ലേ. അപ്പോൾ ആ മൂന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. വിച്ച് ആർ ദ ഹീറ്റ് സോൺസ് ഓഫ് ദ എർത്ത് എന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ടോറിഡ് സോൺ, ടെമ്പറേറ്റ് സോൺ, ഫ്രിജിഡ് സോൺ? കൂടുതൽ മനസ്സിലാക്കാനായി നമുക്ക് ആ ഡയഗ്രത്തിലോട്ടൊന്നുകൂടെ നോക്കാം. ഫിഗർ 2.3 ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഹീറ്റ് സോൺസ്. നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് ഓൾറെഡി പഠിച്ചായിരുന്നു അല്ലേ. നമ്മുടെ ഇക്വേറ്ററും ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ആർട്ടിക് സർക്കിൾ, അന്റാർട്ടിക് സർക്കിൾ, ഇതിൻ്റെയൊക്കെ ഡിഗ്രീസ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ഇനി നമുക്ക് ഹീറ്റ് സോൺസ്, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഹീറ്റ് സോൺസ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒന്ന് നോക്കി കുറച്ച് കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കാം. ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയ്ക്ക് കിടക്കുന്ന റീജിയനാണ് ടോറിഡ് സോൺ. ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന റീജിയൻ കണ്ടോ, അതാണ് ടോറിഡ് സോൺ. ഇവിടാണ് മാക്സിമം ഹീറ്റ് കിട്ടുന്നത്. ഇനി അടുത്തത് ടെമ്പറേറ്റ് സോൺ. ആർട്ടിക് സർക്കിളിനും ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ഇടയ്ക്ക് കിടക്കുന്ന ഒരു പിങ്കിഷ് ഷെയ്ഡുള്ള ഒരു റീജിയൻ കണ്ടോ. അതേപോലെ തന്നെ നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും അന്റാർട്ടിക് സർക്കിളിനും കിടക്കുന്ന ഒരു റീജിയൻ കണ്ടോ, ഒരു പിങ്കിഷ് കളർ വരും അല്ലേ. അതിനെയാണ് നമ്മൾ ടെമ്പറേറ്റ് സോൺ എന്ന് പറയുന്നത്. അത് 2 എണ്ണം ഉണ്ട്, ഒരെണ്ണം നോർത്തിലും ഒരെണ്ണം സൗത്തിലും. ഓക്കെ, ഇവിടെ മോഡറേറ്റ് ആയിട്ടാണ് ടെമ്പറേച്ചർ കിട്ടുന്നത്. ഇനി അടുത്ത ആർട്ടിക് സർക്കിളിനും നോർത്ത് പോളിനും ഇടയ്ക്കുള്ളതാണ് ഫ്രിജിഡ് സോൺ. അതുപോലെ തന്നെ അന്റാർട്ടിക് സർക്കിളിനും സൗത്ത് പോളിനും ഇടയ്ക്കുള്ളതാണ് ഫ്രിജിഡ് സോൺ. ഓക്കെ, അപ്പോൾ ഫ്രിജിഡ് സോണും 2 എണ്ണം ഉണ്ട്, ഒരു ഗ്രീഷ് കളറിലാണ് ആ 2 സോൺസും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 സോൺസ്, ടോറിഡ് സോൺ, അതുപോലെ തന്നെ ടെമ്പറേറ്റ് സോണും ഫ്രിജിഡ് സോണും. എല്ലാവർക്കും മനസ്സിലായോ? അപ്പം വിച്ച് ആർ ദ ഹീറ്റ് സോൺസ് ഓഫ് ദ എർത്ത് ചോദിച്ചാൽ ഈ 3 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യുക. ഇങ്ങനൊരു ഡയഗ്രാം വരച്ച് കാണിക്കാൻ പറ്റുമെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും.
പിന്നെ ഡയഗ്രാം വരച്ചൊന്നും സമയം ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട, എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. എന്നാലും ഡയഗ്രാം കൂടെ ഒന്ന് വരയ്ക്കാൻ പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ഹീറ്റ് സോൺസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും ഇന്ന് പഠിപ്പിച്ച പോർഷൻ മനസ്സിലായോ? കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നന്നായിട്ട് പഠിക്കുക. പിന്നെ തന്നെ എല്ലാം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ടേംസ് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്. ടേംസൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ വീഡിയോ നന്നായിട്ട് കാണുക, നന്നായിട്ട് മനസ്സിലായിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഒന്ന് പഠിക്കുക. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡ്സ് അല്ലേ, ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡ്സ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഹീറ്റ് സോൺസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ 2 പോർഷൻ നന്നായിട്ട് പഠിക്കുക. ബാക്കി പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക.